ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്ലോർ പ്ലാൻ ആണ് കാണാൻ പോകുന്നത്. സാധാരണയായി നമ്മുടെ ചാനലിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാധാരണക്കാർക്കൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന വീടുകളുടെ പ്ലാനൊക്കെയാണ് കാണിക്കാറ്. പക്ഷെ ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായി ഒരു വലിയ വീടിന്റെ ഏകദേശം 5000 മുകളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോർ ഒന്നും കാണിക്കുന്നില്ല. ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അതേ ലെവലിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറും വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലാനിന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. എൻ്റെ പേര് വിവേക്, വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലോർ പ്ലാനിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാന്. ഏകദേശം 2848.04 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണിച്ചിട്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ പ്ലോട്ടിന്റെ ബൗണ്ടറി അല്ല, ബിൽഡിങ്ങിന്റെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ബാക്കിയുള്ളടത്തൊക്കെ ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സ്ഥലമാണ്. ഇവിടെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് നടന്നു പോകാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ സ്റ്റോൺ പാവിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്സ് വരുന്നുണ്ട് സിറ്റ് ഔട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. സാധാരണ ബിൽഡിങ്ങിനൊക്കെ 45 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ 60 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട് പ്ലിന്ത് ഹൈറ്റ്. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ലിവിങ് റൂമാണ്. നല്ല വലിയ സൈസുള്ള ഒരു ലിവിങ് റൂം തന്നെയാണ്. സിറ്റ് ഔട്ടൊക്കെ ചെറുതു മതി എന്നാണ് ക്ലയന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. അവിടെ വാൾഡ്രോബ്സും മറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വെക്കാനൊക്കെ. പിന്നെ അവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നമ്മളൊരു ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഒരു വാട്ടർ ഫാൾസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗാർഡനിങ് കുറച്ച് പ്ലിന്ത് ഡൗൺ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനും ഒരു സ്ഥലമൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഏരിയ ഓപ്പൺ ആയിരിക്കും, മുകളിൽ റൂഫ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആകപ്പാടുള്ള ഒരു ബെഡ്റൂമാണിത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. വീടിനകത്ത് എവിടെയും സ്റ്റെയർ കാണാതിരിക്കാൻ വേണ്ടി 2 വാൾസിന്റെ ഇടയിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതും ഇരിക്കുന്നതിന്റെ ഇടയിലും ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളൂ. ഇത് കിഡ്സിന് പ്ലേ ചെയ്യാനോ അതുപോലെ തന്നെ സ്റ്റഡിക്കും ഒക്കെയുള്ള ഒരു കിഡ്സ് പ്ലേയിങ് ആൻഡ് സ്റ്റഡി റൂമാണ്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. ഡൈനിങ് റൂം വലിയ ടേബിൾ ഇരുന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിലാണ്. ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ബാക്കിലായിട്ട് ഒരു ബിഗ് ഗ്ലാസസ് കൊടുത്തിട്ടുണ്ട്. ഗാർഡനിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വാട്ടർഫാൾസ് ഒക്കെ ഉള്ള റൂമിനും വലിയ ഒരു വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഗാർഡൻ കാണാനും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഒരു കോർട്ട്യാർഡ് പോലെയൊക്കെ തോന്നിക്കും. ബിൽഡിംഗ് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണാനും കണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഒരു സിറ്റ് ഔട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊരു വാഷ്റൂമും ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം അല്ല, ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോമൺ ബാത്റൂം ഉണ്ട് ഈ വീടിനുള്ളിൽ. ഇത് കിച്ചണാണ്. കിച്ചണിൽ എല്ലാ ഫ്രിഡ്ജും സ്റ്റവും അതുപോലെ സിങ്കും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടേബിളും കാണിച്ചിട്ടുണ്ട്. ഇത് ഹൗസ് മെയ്ഡ് റൂമാണ്. നമ്മുടെ വീട്ടിൽ മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള മെയ്ഡ് റൂമാണ്. ആ മെയ്ഡ് റൂമിന്റെ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലാൻഡ്രി സ്പേസ് ആണ്. നമ്മുടെ വാഷിംഗ് മെഷീനും മറ്റും കാര്യങ്ങളും തുണി അലക്കുന്നതൊക്കെ കാര്യങ്ങൾ അവിടെയാണ്. അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാനിൽ ഒരുപാട് ഏരിയ ഓപ്പൺ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതൊരു ഇടുങ്ങിയ ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടി കസ്റ്റമറുടെ കൂടി നിർദ്ദേശപ്രകാരം കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ടർ സിറ്റിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്നൊക്കെ നോക്കിയാൽ ഈ വലിയ ഗ്ലാസ്സിലൂടെ ഒക്കെ നോക്കിയാൽ കാണുന്ന രീതിയിലാണ്. ഇതൊരു കോർട്ട്യാർഡ് പോലെയൊക്കെ തോന്നിക്കും. പക്ഷെ ഇത് കോർട്ട്യാർഡ് ഒന്നുമല്ല. നമുക്ക് ഔട്ട് സൈഡിൽ നിന്നും ഇത് ഇവിടെയോട്ട് ആക്സസ് ഒക്കെ ഉണ്ടായിരിക്കും. മൊത്തത്തിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഈ പ്ലാനും. അതുപോലെ തന്നെ ഈ വീടൊക്കെ നിർമ്മിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 2800 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വരുന്ന ഈ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടല്ലോ, ഇതിന്റെ അത്ര തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഏരിയ വരുന്നുണ്ട്. അങ്ങനെ ഒരു 5000 മുകളിലൊക്കെ ആയിട്ട് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വന്നു നിൽക്കും. അപ്പോൾ ഇതിന്റെ എലിവേഷൻ, അതായത് ഡിസൈൻ ഒക്കെ എങ്ങനെയാവും എന്നൊക്കെ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുകയാണ്. നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു ക്ലാസിക് ആയിരിക്കും, ഒരു ട്രഡീഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.